പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണി കിടപ്പാണല്ലോ. അതേടാ, തൊമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടാ വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമുകനോട് പോയി ഈ സന്തോഷ വാർത്ത അവനൊന്ന് അറിയിക്കണമല്ല. അവനെ ആടിനെ തെറ്റിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടിലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഒന്നുമില്ല ശിവട്ട, അവനെ വിടരുത്. നീ ഇവനൊന്ന് ആശുപത്രി. നിന്റെ കല്യാണം നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവരുടെ കലി അടങ്ങാത്തത്. അയാൾക്കടെ എല്ലാ കലി ഇതോടുകൂടെ അടങ്ങും. എന്താണ് നോക്കിക്കണത്? വായിക്കണ കെട്ടിമേളം. വണ്ടി എടുത്ത് മാറ്റാം. വേണ്ട, അയാളെ ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ടെന്നോ?
നിന്നെ ബലമായി പിടിച്ചു നിർത്തി താലിയിട്ട് ഇവനെ പിന്നെ ജീവനോടെ വെച്ചേക്കണോ? എന്റെ പൊന്നുമുള്ളിയെ ബലമായിട്ടൊന്നുമല്ല, ഈ പാർക്കുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലവ്. വെട്ടി നുറുക്കണ ഇവനെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. എന്റെ സമ്മതത്തോടു കൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല്. ചിരിക്കണ്ട. ആ പെങ്കൊച്ചിന് അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയുസിന്റെ ബലം. അല്ലെങ്കിൽ 26 പീസായിട്ട് ചേമ്പലക്കകത്ത് പൊതിഞ്ഞേനെ. എടാ, അവൾ എന്റെ മോളായിരുന്നെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു. അപ്പാ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പനാ അതാ തേവരുടെ അപ്പൻ? എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോക്കിർത്തരമായി പോയി. എന്ത്? അതായത് സത്യേട്ടൻ ഈ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കേ, നിർത്തടാ. മിണ്ടായിരടാ ഊമശാവമേ. സ്പീക്കർ കത്തിപ്പോട്ടും കിടന്ന് നിലവിളിക്കുകയാണ്. സൂക്ഷിക്കണം, ഇനിയിപ്പോ തേവർ അടങ്ങിയിരിക്കും തോന്നുന്നില്ല. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോര തൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും. ഞാൻ ചായ എടുക്കാം. ഓ, ഈ നേരത്തെ ചായ കുടിച്ചാ പിരിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേട്ടൻ ചോര തൂറി കിടന്ന കഥ. വിടറാ. അതാവേ മീശത്തേവര് വരുന്നുണ്ടടാ. ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ. ഞാൻ ഈ മണ്ണിൽ വന്ന് എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാ. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തിട്ടില്ല. ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല. എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാ ഭ്രാന്ത് പോലെ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. പക്ഷേ തേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ. ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം. എൻ്റെ മകളുടെ മാത്രമല്ല, ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം. എന്താ പണിക്കരെ? എന്താ തോമൻ? എല്ലാ അണ്ണാച്ചിയുടെ ഇഷ്ടം. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അല്ല തോമനെങ്കിൽ ഈ കല്യാണങ്ങൾ ചടപടാന്ന് ധൃതി പിടിച്ച് നടത്തണോ? എന്താടാ? അല്ല, ഈ ശിവേട്ടനും സത്യേട്ടനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം. എടാ, സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ്? തേവരുടെ മകളെ അപ്പം തന്നെ അങ്ങോട്ട് കിട്ടിയാൽ മതി. അല്ല എടാ, അല്ല മകനാലോചിച്ച പെണ്ണിന് അപ്പം കിട്ടുമോ നോക്ക് വെച്ചു. എന്താടാ ഈ പറയുന്നേ? സത്യേട്ടൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിന് നിൽക്കണ്ട, ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാവം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തേവരെയും തെറി പറഞ്ഞ് നമുക്ക് നാടുവിടാന്ന്. ഓക്കേ? അയ്യോ, എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താടാ ഒരു ഏട്ടന്തിരിപ്പ്? അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ്. അവള് പറഞ്ഞതും കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ. അപ്പൊ അവിടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവള് ചുമ്മാതെ പറഞ്ഞാണ്. അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ ഇല്ലൊരു പിണ്ണാക്കും. പിന്നെ എന്തിനാ പൂങ്കാവനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന്? എടാ, കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല. 4 തെറി പറഞ്ഞ് അങ്ങാട്ട് വിടും, അല്ലെങ്കിൽ അവളെ ചപ്പക്കുറ്റി കൊണ്ടൊന്ന് പൊട്ടിക്കും.
വേറെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ അവിടെ കിടന്ന് ജാകട്ടെ എന്ന് വേണേ നമുക്ക് വിചാരിക്കായിരുന്നു. പക്ഷെ അവള് വിചാരിച്ച ഇല്ല. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? എടാ പിശാശേ, നീയും ശരിയല്ല അവളും ശരിയല്ല. ചങ്കിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കെടാന്ന് വിചാരിക്കുന്ന രണ്ട് ശവങ്ങള്. അപ്പ അവളൊരു വിളഞ്ഞ വിത്താണ്. അവിടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കും പറയാൻ പറ്റിയല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നടക്കുകയെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ഒന്ന് പോടാ. സത്യേട്ടൻ പറയുന്നത് പരിഭാഷ വേണ്ടേ? മകനെ, ഈ അപ്പന് പഠിപ്പ് കുറവാണ്. അപ്പൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നേക്കാ വിവരവും വിദ്യാഭ്യാസം നിനക്കുണ്ട്. നീ 5ാം ക്ലാസ് പാസ്സായവനാ. നിന്നെ ഉപദേശിക്കാൻ അപ്പനാളല്ല. ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊളിരിക്കുന്ന എൻ്റെ കരട് നിങ്ങളിൽ ഒരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോകും മക്കളെ. പണിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ. നീയായിട്ട് എന്നെ തടസ്സം നിൽക്കരുത്. നിന്റെ കല്യാണത്തിന് നീ സമ്മതിക്കുകയാണ്, എല്ലാ പ്രശ്നങ്ങളും തീരും. വരുംകാലം മാപ്പിളല്ലേ, അതുകൊണ്ട് ഈ അന്തപുരത്തിലേക്ക് എപ്പോഴെങ്കിലും കയറി വരാല്ലേ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്, എന്താണ് പറഞ്ഞു നിന്റെ ഉദ്ദേശം? കല്യാണം ആലോചിച്ച ഒരു ബ്രോക്കർ അങ്ങോട്ട് അയച്ചത് ആളെ കളിയാക്കാനാണ്? അതാ ഒരു മഞ്ഞത്തിരട്ട് കഴുത്തി വീണ അപ്പൊ ആകാശത്ത് പൊട്ടി വീണ നിനക്ക് പറയാമോ? ഇയാളെന്താണോ നാക്കിയിട്ട് ഒരു തരം ഓഞ്ഞ ചിരി? പ്രണയവും സ്വപ്നവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചതും. പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെക്കുറിച്ച്. ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി. ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ, കാലങ്ങളായിട്ടുള്ള എൻ്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി. അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്റെ കൊച്ച, നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ചില നേരത്ത് എനിക്ക് തന്നെ എന്റെ സ്വഭാവം പിടിക്കുന്നില്ല. വെറുതെ റെയിലേ കൊണ്ട് തലവെക്കല്ലേ, പീസായി പോവും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് കരുതി നീ ത്യാഗമൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് ത്യാഗമൊന്നുമല്ല, എൻ്റെ ഇഷ്ടമാണ്. ഞാൻ അറിയാതെ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം. എന്റെ പൊന്നുപിള്ളേ, വെറുതെ മനുഷ്യനെ ഇടങ്ങേറാക്കല്ലേ. ഇപ്പൊ ഞങ്ങൾ വലിയ കുഴപ്പക്കാരൊന്നുമല്ല, ശരി, അധ്വാനിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ ഫ്ലാഷ് ബാക്ക് നിനക്ക് അറിയാവോ? ഞങ്ങൾ നാട്ടിൽ 4 പേര് കേട്ടാ ദോഷം പറയാത്ത കള്ളന്മാരാണ്. സത്യം പറയാമല്ല, ഒരു 5-6 പ്രാവശ്യം ജയിലിൽ കിടന്ന് ഉണ്ടേന്ന് തിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാൻ നിനക്ക് ചേരണ മാപ്പിളെ അല്ല മകളെ. നിനക്ക് നല്ല കിണ്ണം കാച്ചിയ മണിമണി പോലത്തെ തേവാരി ചെറുക്കന്മാരെ കിട്ടും, അവരെ പിടി. എന്നെ വിട് മകളെ. സുലാൻ, നിൽക്ക്. ബലമായിട്ടാണെങ്കിലും നിങ്ങൾ ആ താലിച്ചരട് എന്റെ കഴുത്തിൽ അണിയിച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ച. ദാ, ആ താലിച്ചരട് ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ. വാശിയും വൈരാഗ്യവും തീർക്കാൻ ആ തേവാത്തിയുടെ കഴുത്തേക്ക് ഇട്ടിരുന്ന ഗുരുക്കായത് ഞാൻ നിങ്ങോട്ട് അയച്ചിട്ട് പോകും. അങ്ങാട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലിയാവുള്ളൂ, അല്ലെങ്കിൽ ഇത് വെറും ചരടാ. അവള് പറയണത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ എതിരുന്നെന്ന് വേണ്ട. നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താലി തന്നെ ഞാൻ അവിടെ കഴുത്തേക്ക് ഇട്ടു. പോരെ? കെട്ടിപ്പിടിച്ച ഹൃദയം കൈമാറാൻ വരട്ടെ. എന്റെ ഒരു കണ്ടീഷൻ സമ്മതിച്ചാലേ ഈ കല്യാണം നടക്കൂ. നിങ്ങൾ പെണ്ണ് കെട്ടിക്കോ, പക്ഷെ രാത്രി പഴയതുപോലെ ഞാൻ നിങ്ങൾ രണ്ടുപേരും നടുക്കേ കിടക്കും. ശരിയാ, ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങളല്ലേ. എല്ലാ കാര്യങ്ങൾക്കും തൊമ്മനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ. അതെ.